ഞാൻ ആക്ച്വലി ചോദിക്കാനിരിക്കുവായിരുന്നു, അതായത് കുറെ ആൽബംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ സിംഗിൾസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ആ ഒരു യാത്രയെ പറ്റി ഒന്ന് പറയോ? പാട്ട് എന്നുള്ളത് ഒരിക്കലും സിനിമയുടെ ഉള്ളിൽ മാത്രം ഒതുങ്ങിക്കൂടാൻ പാടില്ല. സംഗീതം എന്ന് പറയുന്നത് വലിയൊരു മേഖലയാണ്. സിനിമ അല്ലാണ്ട് എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യണം, സ്വന്തമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ പണ്ടേ. അപ്പൊ ഞാന് പാടി തുടങ്ങിയ സമയത്ത് തന്നെ പതുക്കെ പതുക്കെ ഓരോ ആൽബംസ് ഒക്കെ ചെയ്യുമായിരുന്നു. മായക്കണ്ണ എന്ന് പറഞ്ഞിട്ട് ഡിവോഷണൽ വെച്ചിട്ട് ആദ്യം തുടങ്ങിയത്. പിന്നെ കൃഷ്ണ ദി ഇറ്റേണൽ എന്ന് പറഞ്ഞിട്ടൊരു മെഡിറ്റേഷൻ ആൽബംസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതില് 8 പാട്ടുള്ളതിൽ 4 പാട്ട് കമ്പോസ് ചെയ്തു. പിന്നെ ഇനി വരുമോ എന്ന് പറഞ്ഞൊരു സിംഗിൾ ചെയ്തു, അതും കമ്പോസ് ചെയ്തു. പറന്നേന്ന് പറഞ്ഞിട്ട് ഈ അടുത്തൊരു പാട്ട് ചെയ്തിരുന്നു, അതും അത് ഞാനും എന്റെ ബാൻഡും കൂടിയിട്ട് ചെയ്ത ഒരു സോങ് ആണ് പറന്നേ. പിന്നെ ഇപ്പൊ കോഫി മഗ് എന്ന് പറഞ്ഞിട്ടൊരു ഇംഗ്ലീഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം സ്വന്തമായിട്ടുള്ള ക്രിയേഷൻസ് ചെയ്യാൻ വളരെയധികം താല്പര്യമുള്ളതും സ്വന്തമായിട്ട് ക്രിയേഷൻസ് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളെ ഫോളോ ചെയ്യാൻ ഇഷ്ടമുള്ള ആളുമാണ് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് വളരെ ചെറുപ്പത്തില് ജോത്സ്ന ചേച്ചിയുടെ പെട്ടെന്നൊരു പാട്ട് പാടാൻ പറഞ്ഞ ഒരു 4 പാട്ട് ഉണ്ടെങ്കിൽ തന്നെ അതിനകത്ത് 3 പാട്ടും ചിത്ര ചേച്ചിയുടെ പാട്ടുകളായിട്ട് കേട്ടിട്ടുണ്ട്. ചിത്ര ചേച്ചി ആ ഒരു ഇഷ്ടം അതെങ്ങനെയാണ്? ചിത്രേച്ചി എന്നൊക്കെ പറഞ്ഞ എന്താ, നമുക്ക് ഇപ്പൊ ജാനകിയമ്മ സുശീലാമ്മയുടെ ഒക്കെ ഒരു കാലഘട്ടം കഴിഞ്ഞ് വന്നതാണ് ചിത്രേച്ചി സുരേച്ചി. അപ്പം എന്റെയൊക്കെ തീരെ കുഞ്ഞിലെ ഞാൻ ആദ്യം കേൾക്കുന്ന ചിത്രേച്ചിയുടെ പാട്ടുകളൊക്കെയാണ്. ഒരു ലേറ്റ് 80s ഏർലി 90s ചേച്ചിയുടെ പാട്ടുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സമയമാണല്ലോ. സൗണ്ടിങ്ങിന് ആ ഒരു ഇൻഫ്ലുവൻസ് മുമ്പ് ഉണ്ടായിരുന്നോ? പിന്നെ ചേച്ചിയുടെ ചേച്ചി ഈസ് ഈക്വൽ ടു എന്താ പറയാ, മലയാളത്തിന്റെ ശബ്ദം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെയാണല്ലോ ചിത്രേച്ചി. അത് ശരിക്കും ഇത് കഴിഞ്ഞ് വന്ന് പാടാനൊക്കെ തുടങ്ങിയതിന് ശേഷം ചേച്ചിയെ പരിചയപ്പെട്ടതും ചേച്ചിയായിട്ട് അടുത്തതും ഒക്കെ ഭയങ്കര എന്റെ വലിയ ഭാഗ്യങ്ങളായിട്ട് കരുതുന്ന കാര്യങ്ങളാണ്. ഇപ്പോഴത്തെ ഏറ്റവും ഫേവറേറ്റ് സിംഗർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന മലയാളം അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ചോദിച്ചാൽ നീണ്ട ഒരു നേരം ഞാനിപ്പോ എടുത്ത് ഇവിടെ ഇങ്ങനെ ഇറക്കും. കാരണം പാട്ടുകാരെന്ന് പറഞ്ഞാണ്ടല്ലോ എല്ലാവരും യുണീക്ക് അല്ലേ ലക്ഷ്മി? അല്ല, അപ്പൊ പിന്നെ കുഴപ്പമില്ല, കൺഫ്യൂസ്ഡ് ആക്കുന്നില്ല. അതാ, ഒരുപാട് പേരുണ്ട്. ഒരു പാട്ട് പാടാൻ പറഞ്ഞ ഏത് പാടും? എനിക്ക് ആദ്യ കാലത്തിൽ ഞാൻ ചേച്ചിയുടെ പാട്ടുകളൊക്കെ പാടി തുടങ്ങിയ കുഞ്ഞിലെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചിന്നൊരു പാട്ട് പാടുക എന്ന് പറയുമ്പോ ആദ്യം പാടിയിരുന്ന ഒരു പാട്ടുണ്ട് അഥർവത്തിലെ. ഞാന് സോഷ്യൽ മീഡിയയിലാണ് കണ്ടിട്ടുള്ളത് ആഭയുടെ പടകാളി. കാര്യം ഒരു കുഞ്ഞു കുട്ടി ഇരുന്ന് അതിഭീകരമായിട്ട് വയലിൻ വായിക്കുന്നു. ഇതാണ് ആക്ച്വലി എന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തത്. എന്തായാലും എനിക്ക് കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എനിക്കും ഒരുപാട് സന്തോഷമുണ്ട് രണ്ടുപേരും കാണാൻ പറ്റിയില്ല. എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ സംഗീത യാത്ര? വളരെ നന്നായിട്ട് പോകുന്നു. ഇപ്പൊ ആരൊക്കെയാ വന്നിരിക്കുന്നത്? ഇപ്പൊ അച്ഛനും അമ്മയുമാണ് വന്നിരിക്കുന്നത്. നമസ്കാരം സർ. നമസ്കാരം. പേരെന്താണ് സർ? അരവിന്ദ്. അരവിന്ദ് എന്ത് ചെയ്യുന്നു? ഞാൻ പോലീസ് വകുപ്പില് ഫിംഗർ പ്രിന്റ് എക്സ്പെർട്ട് ആണ്, ഫിംഗർ പ്രിന്റ് ബ്യൂറോയിൽ. അത് ശരി. ആഭേനെ ഈ പ്രോത്സാഹനം അച്ഛനാണോ അമ്മയാണോ കൂടുതലും? രണ്ടുപേരും. എന്ത് പറയുന്നു ആഭയുടെ ഈ ഒരു വളർച്ച കാണുമ്പോ? വളരെയധികം സന്തോഷമുണ്ട്. എനിക്ക് വയലിൻ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, പക്ഷെ എന്റെ മോളിലൂടെ അത് എനിക്ക് ആഗ്രഹം സാധിക്കാൻ പറ്റി. ഓക്കെ. അമ്മ നമസ്കാരം. പേരെന്താണ്? മഞ്ജു. എന്റെ വീട്ടിലാണെങ്കിൽ ഇപ്പം അച്ഛൻ പ്രോഗ്രാംസിന് കൊണ്ടുപോകാൻ ഉഷാറായിരുന്നു, പക്ഷെ പഠിപ്പിക്കാനൊക്കെ കൊണ്ടുപോകാൻ അമ്മയായിരുന്നു മുമ്പിൽ നിന്നിരുന്നത്. ഇവിടെ എങ്ങനെയാണ് ആ കാര്യത്തില്? മോളെ അധികം നിർബന്ധിക്കേണ്ടി വന്നിട്ടില്ല പഠിക്കുന്ന കാര്യത്തില്. ഓക്കെ. തനിയെ പാട്ടിലാണെങ്കിലും പഠനത്തിലാണെങ്കിലും തനിയെ രണ്ടും അതിൻ്റെതായ സമയത്ത് കൃത്യമായി അവള് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്തിരുന്നു. അതുകൊണ്ട് 2 കാര്യത്തിലും ഞങ്ങൾക്ക് അവളിൽ നിന്ന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല. രണ്ടും ഒരുപോലെ കൊണ്ടുപോവാ ചെയ്യുന്നത്. ഇപ്പോഴും സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വയലിന് 5 വർഷം ട്രിവാൻഡ്രത്തെ റെപ്രസെന്റ് ചെയ്ത് സ്റ്റേറ്റിൽ പോയിട്ടുണ്ടായിരുന്നു ആള്. 4 വർഷം കഥകളി സംഗീതവും. ഭയങ്കര ക്ലീൻ വോയിസ് ആണ്. പിന്നെ ഇപ്പൊ എന്ത് ചെയ്യാണ്? ഇപ്പോ ഞാൻ BSc ഫസ്റ്റ് ഇയർ ഫിസിക്സ് യൂണിവേഴ്സിറ്റി കോളേജില്. അപ്പൊ ഈ പഠനവും ഈ പ്രാക്ടീസും ഒക്കെ എങ്ങനെ നടക്കുന്നു ഒരുമിച്ച്? അത് രണ്ടും കോംപ്ലിമെന്ററി ആയിട്ട് പോകുന്നുണ്ട്. ഇപ്പോ പഠിച്ച് ഒരുപാട് ഇതാവുന്ന സമയത്ത് വയലിൻ വായിക്കും ഒരു രസത്തിനായിട്ട്. എത്ര വയസ്സ് മുതൽ പഠിക്കുന്നുണ്ട് വയലിൻ? ഞാൻ 2ാം ക്ലാസ് അവസാനമൊക്കെ ആയപ്പോഴാണ് പഠിച്ചു തുടങ്ങിയത്. അപ്പൊ 7 വയസ്സ്, ഒരു 7-8 വയസ്സില്. ഓക്കെ. എന്നിട്ട് സ്റ്റേജില് എത്ര വയസ്സോട്ട് തുടങ്ങി? സ്റ്റേജിൽ ഒരു 12-13 വയസ്സായപ്പോ തുടങ്ങി. നമ്മളൊക്കെ ഇങ്ങനെ വെറുതെ നടക്കുന്ന സമയം എന്തിനോ വേണ്ടി തിളയ്ക്കും.